ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിക്സിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. JNUവിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 73 നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് വിവിധ തസ്തികകളിലായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളാണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ പലരും ചോദിച്ചിരുന്നു PSCയുടെ LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് KGDE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ തുല്യതയായിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകളെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുല്യതായ ലിസ്റ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് തുല്യത KGDE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് തുല്യത കോഴ്സുകൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. ഇപ്പോൾ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിവിധ തസ്തികകളിലായിട്ടാണ് ഏകദേശം 73ഓളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 5/1/2019 മുതൽ 4/2 അവസാന തീയതി 4/2/2019 അവസാന തീയതി. അതിനു മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വായിക്കാവുന്നതാണ്. അത് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ വേക്കൻസികളെ കുറിച്ച് നമുക്ക് നോക്കാം. പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ 2 വേക്കൻസിയും, സ്റ്റെനോഗ്രാഫർ 7 വേക്കൻസിയും, ജൂനിയർ അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞത് 44 വേക്കൻസിയും, ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞ MTS മൾട്ടി ടാസ്കിംഗ് ആണ് 20 വേക്കൻസിയുമാണ് വന്നത്. അപ്പോൾ ഇതിൽ പേഴ്സണൽ അസിസ്റ്റന്റ്, അതുപോലെ സ്റ്റെനോഗ്രാഫർ, ജൂനിയർ അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന 4 പോസ്റ്റുകളുള്ളത്, 4 വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളുള്ളത്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 35 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതുപോലെ SC ST OBC കാൻഡിഡേറ്റ്സിനും ഗവൺമെൻറ് അംഗീകൃത റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ്. പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും മറ്റ് സാലറിയൊക്കെ നമുക്ക് നോക്കാം. സാലറി വരുന്നത് 35,400 മുതൽ 1,12,400 വരെയാണ് ഇതിലേക്ക് വരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് വരുന്ന സാലറി. ഇതിലേക്ക് വരുന്ന SSL ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, +2 ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കുക 100 വാക്ക് പെർ മിനിറ്റ്, 100 വേർഡ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ്, സ്റ്റെനോഗ്രാഫറായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും ഈ തസ്തികയിലേക്ക് ആവശ്യമാണ്. അതുപോലെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം. ഈ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനാണിത്. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് സാലറി വരുന്ന 25,500 മുതൽ 81,100 വരെയാണ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്ന സാലറി. ഇതിലേക്ക് വരുന്നത് +2 ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇതിലേക്ക് 80 വാക്ക് പെർ മിനിറ്റ് നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ജൂനിയർ അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിൽ സാലറി വരുന്നത് 19,900 മുതൽ 63,200 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ +2 തന്നെയാണ്. ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ്, ഹിന്ദി ആണെങ്കിൽ 25 വേർഡ് പെർ മിനിറ്റ്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 18,000 മുതൽ 56,900 വരെയാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ SSLC ഓർ ITI ആണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഇത് SSLC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. ഇതിലേക്ക് വരുന്ന സാലറി 18,000 മുതൽ 56,900 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. അത് ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് വരുന്നത്. അതുപോലെ SC ST PWD അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, വുമൺ കാൻഡിഡേറ്റ്സിന് ഒരു ഫീ ഉണ്ടായിരിക്കുന്നതല്ല, അവർക്ക് ഫീ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക തന്നെയാണിത്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു 4/2/2019 ലാസ്റ്റ് ഡേറ്റ്. ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് അവസാന തീയതി. അതിനു മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു പോസ്റ്റ് തന്നെയായിരിക്കും.
അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട ഒരു ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.